അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല. ഈ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു ഈ പ്രതി കാണിച്ചത്. ഇയാൾ കസ്റ്റഡിയിലുള്ള ഇയാൾ തന്നെ കാണിച്ചു തരികയായിരുന്നു. ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഇത് ഒരുപാട് ദിവസമായ മാഡം, ഇത് എങ്ങനെയായിരുന്നു ഈ സംഭവം കണ്ടെത്തിയത്? അതെ, നമ്മുടെ ഒരു ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. വിശദീകരിക്കാമോ എങ്ങനെയാണ് കേസിലേക്ക് എത്തിയതെന്നുള്ളത്? പോലീസ് അതിപ്പോൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ പ്രസ് നോട്ടായിട്ട് തരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അവിടെ ഈ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും എങ്ങനെയാണ്? അതെ അതെ അതെ. ആരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. കസ്റ്റഡിയാണ്. അതെ. ഇത് കൊലപാതകമാണോ അതോ അങ്ങനെ എന്തെങ്കിലും? കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്ര പേര്? 2 പേരാണ്. ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? പെൺകുട്ടി സർവൈലൻസിലാണ്. മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും. അതെ അതെ, കൊണ്ടുപോകും. പ്രതി കാണിച്ചിരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ആദ്യം മൃതദേഹം ഉണ്ടായിരുന്നു. എത്ര പേര് ഇൻവോൾവ് ആണ്? ഈ പ്രതി ഈ കസ്റ്റഡിയിലുള്ള 2 പേർക്ക് മാത്രമാണോ? ഈ പെൺകുട്ടി 3 പേര് മാത്രമാണോ? സോഫാർ അതാണ്. കുട്ടിയുടെ വീട്ടുകാർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇല്ലെന്നാണ് അവരിപ്പോഴും പറയുന്നത്. സത്യമാണെന്ന് തന്നെ സോഫാ നമുക്ക് അതിന്റെ സംശയിക്കേണ്ട കാര്യം തോന്നിയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ വേദന വരുമെന്നുള്ളത് അറിയില്ല. ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു പരിചയം എന്നുള്ളതല്ലോ ഈ പെൺകുട്ടി പറയുക? ഇല്ല, അതിപ്പം അത് റെലവന്റ് ആയിട്ടുള്ള ഈ സമയത്ത് റെലവന്റ് ആയിട്ടുള്ള കാര്യമല്ലാന്ന് തോന്നുന്നു. 7-ാം തീയതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡെലിവറി ഡേറ്റ് 6th ആണെന്നാണ്. വീട്ടിലായിരുന്നു ഡെലിവറി എവിടെയായിരുന്നു എന്നാണെന്നാണ് പറയുന്നത്. അതെ.